ഹലോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സമ്മർദ്ദം കുറയ്ക്കാനും ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ശക്തമായ 12 ശീലങ്ങൾ. ഇപ്പോൾ ഈയിടെയായി നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്കല്ല. ആഗോള ജനസംഖ്യയുടെ ഏകദേശം 49% ആഗോളതലത്തിൽ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പതിവായി അനുഭവിക്കുന്നതായി സമീപകാല പഠനം കാണിക്കുന്നു. ജോലി, സ്കൂൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് എന്നിവ കാരണമായാലും ജീവിതം തിരക്കേറിയതായിരിക്കും. എന്നാൽ ഇതാ വലിയ വാർത്ത: ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങി നിങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കാം. ഈ വീഡിയോയിൽ നിങ്ങളുടെ ദിനചര്യയിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ലളിതവും എന്നാൽ ഫലപ്രദവുമായ 12 ശീലങ്ങളിലൂടെ ഞാൻ നിങ്ങളെ നയിക്കാൻ പോകുന്നു. ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശാന്തവും സമനിലയും സമാധാനവും കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതോ ശ്രദ്ധാപൂർവം പരിശീലിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോ ആകട്ടെ, ഓരോ നുറുങ്ങുകളും ശാസ്ത്രത്തിന്റെ പിന്തുണയുള്ളതും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടതുമാണ്. ആദ്യത്തെ ശീലത്തിൽ നിന്ന് തുടങ്ങാം. മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നത് എളുപ്പമാണ്. സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പുതിയ ആളുകളുമായോ എത്തിച്ചേരുന്നത് നിങ്ങളുടെ സ്വന്തം തലയിൽ നിന്ന് നിങ്ങളെ ഉയർത്തുകയും നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയും ചെയ്യും. അത് ഒരു ലളിതമായ കോഫി ചാറ്റായാലും ചെലവ് ഗുണമേന്മയാലും. ഒരുമിച്ച് സമയബന്ധിതമായി ഈ ബന്ധങ്ങൾ നിങ്ങളുടെ വൈകാരിക ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണ്. മനഃസാന്നിധ്യം പരിശീലിക്കുക. ഈ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കുക എന്നതാണ് മൈൻഡ്ഫുൾനെസ്. നമ്മുടെ മനസ്സ് പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആകുലതയിലോ ഭൂതകാലത്തെക്കുറിച്ചോ ചിന്തിക്കുന്നതിൽ കുടുങ്ങിപ്പോകുന്നു. ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നു. ധ്യാനത്തിലൂടെയോ യോഗയിലൂടെയോ ശ്രദ്ധാകേന്ദ്രം പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ആ ഉത്കണ്ഠാജനകമായ ചിന്തകൾ കുറയ്ക്കാനും കഴിയും. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശാന്ത കൊണ്ടുവരാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. മതിയായ വ്യായാമം, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകേണ്ടതില്ല. ഒരു ലളിതമായ നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ എന്നിവയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക സമ്മർദ്ദം ഒഴിവാക്കുന്ന എൻഡോർഫിനുകൾ പുറത്തുവിടാൻ വ്യായാമം സഹായിക്കുന്നു. അതേസമയം നിങ്ങളുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാർത്തകൾ, സോഷ്യൽ മീഡിയകൾ, അനന്തമായ അറിയിപ്പുകൾ എന്നിവയിലേക്കുള്ള സ്ഥിരമായ എക്സ്പോഷർ. നിങ്ങളുടെ സ്ക്രീൻ സമയം കുറയ്ക്കുക. സ്ക്രീൻ സമയം കുറയ്ക്കുന്നത് മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളെ സഹായിക്കും. ഉറക്കസമയം മുമ്പ് സ്ക്രീനുകൾ ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങളുടെ മനസ്സിന് ശല്യപ്പെടുത്താതെ വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും കഴിയും. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ആഴത്തിൽ ശ്വസിക്കുക. നിങ്ങളുടെ ശരീരം പലപ്പോഴും ഒരു യുദ്ധോഫ്ലൈറ്റ് പ്രതികരണത്തെ അനുകരിക്കുന്നു. ആഴം കുറഞ്ഞ ശ്വസനം അതിനെ കൂടുതൽ വഷളാക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സ്ക്വയർ ബ്രീത്തിംഗ് പോലുള്ള ആഴത്തിലുള്ള ശ്വസന വിദ്യകൾ പരീക്ഷിക്കുക. കുറച്ച് ആഴത്തിലുള്ള ശ്വാസം എടുക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. 1. ഉറങ്ങൂ. നിങ്ങളുടെ ശരീരവും മനസ്സും ശരിയായി പ്രവർത്തിക്കുന്നതിന് നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഇത് പുനഃസജ്ജമാക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ലക്ഷ്യമിടുക. നിങ്ങളുടെ കിടപ്പുമുറി ശാന്തവും ഇരുണ്ടതും ശ്രദ്ധാശൈഥില്യവും ഇല്ലാത്തതുമായ ഇടമാണെന്ന് ഉറപ്പാക്കുക. ജേണലിംഗ് ആരംഭിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ജേണലിംഗ്. കാര്യങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ പിരിമുറുക്കം പരിഹരിക്കാനും നിഷേധാത്മക വികാരങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. അത് പല ദിശകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ അമിതമായ വികാരത്തെ തടയും. പോസിറ്റീവ് ചിന്തകൾ പരിശീലിക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുന്നത് നിങ്ങൾ സമ്മർദ്ദം അനുഭവിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക, അവ എത്ര ചെറുതായി തോന്നിയാലും. ഔപചാരികമായ ഒരു കൃതജ്ഞതാ പരിശീലനം. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങൾ പട്ടികപ്പെടുത്തുന്നത് നിങ്ങളുടെ ദിവസം പുനഃക്രമീകരിക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്താനും നിങ്ങളെ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ വികാരത്തെ ബാധിക്കുന്നു. മഗ്നീഷ്യം, സിങ്ക്, മറ്റ് പോഷകങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കും. നിങ്ങളുടെ ശരീരം പോഷണവും ജലാംശവും നിലനിർത്തുക. ദിവസം മുഴുവൻ നിങ്ങൾ സമീകൃതാഹാരം കഴിക്കുന്നുവെന്ന് ഉറപ്പാക്കുക.
നിങ്ങളുടെ ശരീരത്തിന് സുഖം തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സ് പിന്തുടരും. ചിലപ്പോൾ ശാന്തമായ വ്യായാമങ്ങൾ പരീക്ഷിക്കുക. സ്ട്രെസ് ബോൾ ഞെക്കുകയോ തണുത്ത വെള്ളം നിങ്ങളുടെ മുഖത്ത് തെറിക്കുകയോ പോലുള്ള ശാരീരിക സാങ്കേതിക വിദ്യകൾ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. ഈ വ്യായാമങ്ങൾ നിങ്ങളെ ഇന്നത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും പിരിമുറുക്കം ഒഴിവാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 5 കുറയ്ക്കുക, 4 കുറയ്ക്കുക, 3 കുറയ്ക്കുക, 2 കുറയ്ക്കുക, 1 സെൻസറി രീതിയാണ് മറ്റൊരു സാങ്കേതികത. ഇത് നിങ്ങളുടെ അടുത്ത ചുറ്റുപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സംഗീതം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. വായിക്കുകയോ സംഗീതം കേൾക്കുകയോ പോലുള്ള ആസ്വാദ്യകരമായ ഹോബികൾക്കായി സമയം ചെലവഴിക്കുന്നത് അവിശ്വസനീയമാംവിധം വിശ്രമിക്കുന്നതാണ്. സംഗീതം പ്രത്യേകിച്ച് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്താനും സഹായിക്കുന്നു. മറുവശത്ത് വായന ദൈനംദിന സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനും പുതിയ ആശയങ്ങളിലോ കഥകളിലോ മുഴുകാനും നിങ്ങളെ അനുവദിക്കുന്നു. ഒടുവിൽ ഒരു പടി പിന്നോട്ട് പോകുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം ഒരു പടി പിന്നോട്ട് പോകുക എന്നതാണ്. നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെടുമ്പോൾ താൽക്കാലികമായി നിർത്തി നിങ്ങളുടെ മുൻഗണനകളെക്കുറിച്ച് ചിന്തിക്കുക. സ്വയം കരുണയാണ് പ്രധാനം. പിരിമുറുക്കം അനുഭവപ്പെടുന്നതിൽ കുഴപ്പമില്ലെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ആ വികാരങ്ങൾ അംഗീകരിക്കുക, എന്നിട്ട് അവരെ വിട്ടേക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തുകയും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ളവയുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. കണ്ടതിന് വളരെ നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും വിശ്രമവും കണ്ടെത്താൻ ഈ 12 ശീലങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർക്കുക, ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സ്വാധീനം ചെലുത്തും. അതിനാൽ ഈ 1-2 ശീലങ്ങളിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്ന് കെട്ടിപ്പടുക്കുക. സന്തോഷകരവും സമതുലിതമായതുമായ ജീവിതം നയിക്കുന്നതിനുള്ള കൂടുതൽ നുറുങ്ങുകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നത് ഉറപ്പാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.